കല്യാണ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടില്ലേ? കല്യാണമൊക്കെ അടിച്ച് പൊളിച്ചിട്ടോ. അപ്പം ഇന്നലെ രാത്രി ലേറ്റായി കിടന്നുകൊണ്ട് രാവിലെ എണീക്കാൻ കുറച്ച് വൈകി, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം രാവിലെ ചായക്ക് ഉപ്പുമാവും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. സാധാരണ കോഴിപ്പാട്സാണ് ഉണ്ടാവാറ്, പക്ഷേ കോഴി എത്താൻ വൈകിയതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയും കൂട്ടി ചായ കുടിച്ചു. ഇനി ഒന്ന് ബാലുശ്ശേരി പോകണം, ഷർട്ട് എടുക്കാനുണ്ട്, ഇന്നിടേണ്ട ഷർട്ട് എടുക്കാനുണ്ട്. പിന്നെ ഇന്ന് എനിക്കിടേണ്ട മാല ഒന്നും എടുത്തിട്ടില്ലായിരുന്നു, അപ്പോൾ നമുക്ക് അതെടുക്കാനും കൂടെ ഉണ്ട്. അപ്പം നേരത്തെ തന്നെ ബാലുശ്ശേരിക്ക് പോകുക കേട്ടോ. 12 മണിയാകുമ്പോൾ സൽക്കാരക്കാർ വരും, അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചെത്തണം. കിഷോറേട്ടന് ഇവിടുന്ന് വേഗം തന്നെ ഷർട്ട് കിട്ടി കേട്ടോ, അധികം തരേണ്ടി വന്നിട്ടില്ല, വേഗം തന്നെ കിട്ടി. പിന്നെ പുറമെ നല്ല ചൂടാണ്, അതുകൊണ്ട് ഞാൻ കരുതി ഒരു സോഡ സർവത്ത് കുടിക്കാമെന്ന്. അങ്ങനെ ഞാൻ സോഡ സർവത്ത് കുടിച്ചു, മോളും ഏട്ടനും കൂടെ ചിക്കു ഷേക്കും കുടിച്ചു. അങ്ങനെ ഇതിൻ്റെ നേരെ മുന്നേ തന്നെയാണ് നമ്മുടെ റെൻ്റൽ ഷോപ്പ് വരുന്നത്. അപ്പോൾ അവിടുന്ന് എനിക്ക് വേണ്ട മാലയും അതിൻ്റെ കമ്മൽ കിട്ടിയില്ല, വേറൊരു മാലയുടെ ഒരു കമ്മലും കൂടെ എടുത്തു. അമ്മേ ചൂടുണ്ട്. ആ ഋതു അച്ഛനും ബ്ലാക്കാ. മാലയൊക്കെ എടുത്ത് വീട്ടിൽ വന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഈ അലുവയും മത്തിക്കറി എന്ന് പറയില്ലേ, അതാട്ടോ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മത്തിക്കറി അല്ല, അലുവയും കോഴിപ്പാട്സും അത് കഴിക്കുക കേട്ടോ എല്ലാവരും കൂടെ. ഞാൻ കഴിച്ചിട്ടില്ല, എനിക്ക് പണി കിട്ടുമെന്ന് പേടിച്ചിട്ട് ഞാനത് കഴിച്ചില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, കാരണം എല്ലാവരും നല്ലോണം വടിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ സൽക്കാരക്കാരൊക്കെ വന്നു തുടങ്ങി. ഞങ്ങൾ വേഗം അവർ ഫുഡ് കഴിച്ചു, പിന്നെ ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിച്ചു. ബിരിയാണി ആയിരുന്നു, പിന്നെ ചിക്കൻ്റെ എന്തോ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ പെണ്ണിനെ മേക്കപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു മേക്കപ്പ് ബ്യൂട്ടീഷ്യൻ ഉണ്ട്, അഖിലേച്ചിയാണ്. ഈ ഗ്രീൻ ടീഷർട്ട് ഇട്ടില്ലേ, അതാണ് അഖിലേച്ചി. അപ്പം ചേച്ചി ചെയ്യും, ഞങ്ങളൊന്ന് വെറുതെ ഇങ്ങനെ നോക്കി നിന്നും എടുത്താൽ മതി. അപ്പം മേക്കപ്പൊക്കെ ചെയ്തു. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യായിരുന്നു ഇവർ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ കേക്ക് കട്ടിങ് ആയിരുന്നു അടുത്തത്. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, പുറപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. ഇതാണ് ഞാനിട്ട ഡ്രസ്സ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ഡിസ്പ്ലേയിൽ കണ്ട് അങ്ങനെ വാങ്ങിച്ചൊരു ഡ്രസ്സാട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായൊരു ഡ്രസ്സായിരുന്നു. പക്ഷേ ഈ ഹെയർ കട്ട് ഇതിന് കുറച്ചും കൂടെ വേണം തോന്നി, ഹെയർ. പിന്നെന്താ, സൽക്കാരക്കാരൊക്കെ ഒരുവിധം വന്നു പോയി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ പരിപാടി തുടങ്ങി. അയ്യോ